ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ഹൗ മെനി സ്ക്വയേഴ്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കറൻ്റ്ലി നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു ചോദ്യമാണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. എടാ, നമ്മൾ അതിൽ പഠിക്കുന്നത് ഏരിയ, പെരിമീറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലേ നമ്മൾ ആ ഒരു കുട്ടി ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതാ മക്കളെല്ലാവരും നോക്കിക്കേ, ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇതൊരു സ്റ്റാമ്പാണ്. ഓക്കെ, ഇതൊരു സ്റ്റാമ്പാണ്. ഈ സ്റ്റാമ്പ് വെച്ചത് കുറച്ച് 1 സെൻറ്റിമീറ്റർ സൈഡുള്ള കുറച്ച് സ്ക്വയറുകളുടെ മേലെയാണ് ഈ ഒരു സ്റ്റാമ്പ് വെച്ചിട്ടില്ലേ. എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ കുറച്ച് സ്ക്വയറുകൾ. ഈ സ്ക്വയറുകളൊക്കെ ഇതിൻ്റെയൊക്കെ സൈഡ് എന്ന് പറയുന്നതടാ 1 cm ആണ് ഇതിൻ്റെ സൈഡ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? 4 സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആണ്, ഇതും 1 സെൻറ്റിമീറ്റർ ആണ്, ഇതും 1 സെൻറ്റിമീറ്റർ ആണ്. അത് എപ്പോഴും മൈൻഡിലുണ്ടാകണം. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ സൈഡ് ഡസ് ദ സ്റ്റാമ്പ് കവർ? എത്ര സ്ക്വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാമ്പിനെ വെച്ചിട്ടുള്ളത്, സ്റ്റാമ്പ് കവർ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമ്മൾ കണ്ടെത്തും? യെസ്, എത്ര സ്ക്വയേഴ്സ് ഉണ്ടടാ? ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. യെസ്, 18 സ്ക്വയറുകളാണല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. 18 സ്ക്വയറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും മക്കളെ ഇതിൻ്റെ ഏരിയ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഓരോ സ്ക്വയറിൻ്റെയും ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, 1 cm സ്ക്വയർ ആണ് ഈ ഓരോ സ്ക്വയറിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റാമ്പിൻ്റെ ഏരിയ എന്തായിരിക്കൂടാ? യെസ്, 18 × 1 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. 18 × 1 cm സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 18 cm സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ കണ്ടെത്താലോ ഇതിൻ്റെ ഏരിയ. ഇതിന് എന്താണടാ നമ്മൾ പറയുന്നത്? ഇതിനെ ബ്രെഡ്ത്ത് എന്നാണല്ലേ പറയുന്നത്. ബ്രെഡ്ത്ത് എത്രയാണ്? നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാലോ. യെസ്, സ്ക്വയറിൻ്റെ സൈഡ് 1 cm ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 + 1 2 2 + 1 3. അപ്പോൾ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടിയല്ലേ. ബി ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ലെങ്ത്തോടാ, അപ്പം ലെങ്ത് എത്രയാണ്? യെസ്, 1 cm 2 cm 3 4 5 6. യെസ്, ലെങ്ത് എന്ന് പറയുന്നത് 6 cm ആണ്. ഈ ഒരു ഷേപ്പ് എന്താണെടാ? റെക്റ്റാങ്കിൾ ആണല്ലേ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 2 × ലെങ്ത് എന്താണ്? 6 ആണ്. 6 + ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 ആണ്. 2 × 9 വിച്ച് ഇസ് ഈക്വൽ ടു 18 cm സ്ക്വയർ. അങ്ങനെ നമുക്ക് ഏരിയ കണ്ടല്ലോ അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇടാ ഈ ഒരു ഫിഗർ, ഇതും 2 കുറച്ച് സ്ക്വയറുകളുടെ മേലെയാണ് ഈ ഒരു സ്റ്റാമ്പ് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റാമ്പിൻ്റെ ഏരിയ എന്താണെന്ന് മക്കൾ കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കേടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മിസ്സിൻ്റെ ഇന്നത്തെ വീഡിയോ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.